ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. ആരതിയുടെ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുകയാണ്. അപ്പോൾ ഇഷ്ടംപോലെ പലഹാരങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാവർക്കും ചന്ദ്രിക ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഹായ്, കപ്പലണ്ടി മുട്ടായി എന്ന് പറഞ്ഞ് മലർ കപ്പലണ്ടി മുട്ടായി എടുക്കാൻ വേണ്ടി പോവാണ്. മലർ സന്തോഷത്തോടെ 2 കപ്പലണ്ടി മുട്ടായി എടുത്തുകൊണ്ട് വന്ന് ഇങ്ങോട്ട് നിന്ന് മാറിയെന്ന് അത് കഴിക്കുകയാണ്. ജാനകിക്ക് അതൊക്കെ കണ്ട് ദേഷ്യം വരികയാണ്. ബാക്കിയുള്ള മറ്റുള്ളവരൊക്കെ മുത്തശ്ശനും മഹേന്ദ്രൻ സാറൊക്കെ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. സിദ്ധു ഒക്കെ അവർ കഴിക്കുന്നതിനിടെ പറയാണ്, പലഹാരങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അത് കേട്ട് മഹേന്ദ്രൻ സാർ പറയാണ്, പലഹാരം മാത്രമല്ല, ചന്ദ്രിക ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റാണ്. കല്യാണച്ചക്കൻ്റെ മുത്തശ്ശി പറയാണ്, ഇങ്ങനെ ഒരു വേലക്കാരിയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. ആരതിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചന്ദ്രികയെ ഞങ്ങളുടെ വീട്ടിലേക്ക് ജോലിക്ക് അയച്ചേക്ക്. അത് കേട്ട് ലക്ഷ്മിയും മഹേന്ദ്രൻ സാറും വിഷമത്തോടെ പരസ്പരം നോക്കുകയാണ്. അതിന് മറുപടി എന്നോണം മേഘ പെട്ടെന്ന് പറയാണ്, ഓ ഉറപ്പായിട്ടും അയക്കാലോ. പിന്നെ മുത്തശ്ശൻ പറയാണ്, ചന്ദ്രികയെ എല്ലാവർക്കും ജ്യൂസ് എടുത്തു കൊടുക്ക്. ആ എടുത്തോളൂ മേഡം എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെയും മുന്നിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. മലർ കഴിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും കഴിക്കാൻ തോന്നിയിട്ട് ഹായ് എന്ന് പറഞ്ഞ് വീണ്ടും എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും ചന്ദ്രികയെ തട്ടിപ്പോയി. അതിൻ്റെ കാരണത്താൽ ചന്ദ്രികയുടെ ട്രേയും ജ്യൂസും ഒക്കെ താഴെ വീണു. വന്നവരുടെ ദേഹത്തൊക്കെ ജ്യൂസ് മറിഞ്ഞു. ജാനകിക്ക് അത് കണ്ട് വല്ലാത്ത ദേഷ്യം വരികയാണ്. എല്ലാവരും പറയാണ്, ഏയ് ഏയ്. അത് കണ്ട് എല്ലാവരും വിഷമത്തോടെ അയ്യോ ഏയ് എന്ന് പറയാണ്. പയ്യൻ്റെ അച്ഛൻ്റെ ദേഹത്താണ് ജ്യൂസൊക്കെ മറിഞ്ഞത്. ഡ്രസ്സിലൊക്കെ ജ്യൂസായി. അയാൾ എണീറ്റ് പറയാണ്, എന്താ ഇത്, നല്ല കാര്യത്തിനിടയിൽ ഇങ്ങനെ ഒരു അപശകുനം സംഭവിച്ചല്ലോ. അത് കേട്ട് ജാനകിയും ആരതിയും ഒക്കെ വിഷമത്തോടെ നോക്കുകയാണ്, മുത്തശ്ശനും മഹേന്ദ്രൻ സാറൊക്കെ. അതിൽ വന്ന പൂജാരി പറയാണ്, ജാതകമെല്ലാം മാഞ്ഞു പോയല്ലോ. മുത്തശ്ശി ചോദിക്കുകയാണ്, എന്ത് ജാതകമെല്ലാം മാഞ്ഞു പോയെന്നോ? അപ്പോൾ പൂജാരി പറയാണ്, ജാതകം മാഞ്ഞു പോകാൻ പാടില്ല, അങ്ങനെ സംഭവിച്ചാൽ കുടുംബത്തിന് നല്ലതല്ല എന്ന് പറയും. തൽക്കാലത്തേക്ക് നിശ്ചയത്തിനുള്ള തീയതി കുറിക്കണോ? ഇതൊക്കെ കേട്ട് പെണ്ണും ചെക്കനും വല്ലാത്ത വിഷമത്തിലായി. ഇടക്ക് കയറി മഹേന്ദ്ര സാർ പറയാണ്, കുഞ്ഞ് അറിയാതെ ചെയ്തു പോയതല്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങളിതിനെ അപശകുനമായിട്ട് കാണണ്ട സാർ. ഇല്ല സാർ, ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഈ നിശ്ചയത്തിന് ഭഗവാൻ ഇഷ്ടമല്ലെന്ന അർത്ഥം. എന്തായാലും ഞാനൊന്ന് ഗണിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ തീരുമാനം അറിയിക്കാം. അപ്പോൾ എല്ലാവരുടെയും മുഖത്തെ വിഷമം കണ്ടിട്ട് ചന്ദ്രിക പറയാണ്, അറിയാതെ പറ്റിപ്പോയതാണ്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത്. അതുകൊണ്ട് ധൃതിപ്പെട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കരുത്. അപ്പോൾ പയ്യൻ്റെ അച്ഛൻ പറയാണ്, നിൻ്റെ ശ്രദ്ധക്കുറവ് ഞങ്ങളുടെ 2 കുട്ടികളെയും ഒന്നിപ്പിക്കാതെ ആക്കിയല്ലോ. വേണ്ട, ഞങ്ങൾ ഇറങ്ങുന്നു. ഒക്കെ കേട്ട് ചെക്കനും പെണ്ണും മുഖത്തോട് മുഖം വിഷമത്തോടെ നോക്കുകയാണ്. ജാനകി അടുത്തോട്ട് വന്നിട്ട് പറയാണ്, അയ്യോ അങ്ങനെ അങ്ങ് പോകരുത്. അപ്പോൾ ചെക്കൻ്റെ അച്ഛൻ പറയാണ്, ഞങ്ങളോട് നിങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾ ഇറങ്ങുന്നു. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, എന്താ ഇത്, അറിയാതെ ജ്യൂസ് വീണു പോയതല്ലേ, അതൊക്കെ അപശകുനമാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാ? ഇല്ല, ഈ ബന്ധം ഞങ്ങൾക്ക് ശരിയാവില്ല. ജാതകം ഇല്ലാതായ സ്ഥിതിക്ക് ഇനി എങ്ങനെ ശുഭകാര്യം നടക്കും? അതെ, ഒരു ജോലിക്കാരി, അവൾ ചെയ്ത തെറ്റിന് എൻ്റെ മോളെ എന്തിനു ശിക്ഷിക്കുന്നു? ഇത് ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? ഇവൾ ചെയ്ത തെറ്റിന് ഇവളോട് നിങ്ങളുടെ കാലിന് വീണ് മാപ്പ് പറയാം. ദയവ് ചെയ്ത് ക്ഷമിക്കണം. അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ് വിഷമത്തോടെ. അപ്പോൾ ജാനകി വീണ്ടും പറയാണ്, ഏയ് ചന്ദ്രികയെ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കേ. അയ്യോ അതൊന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങുന്നു, ആരും ഞങ്ങളെ തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതി. പോകാം. അപ്പോൾ അവർ രണ്ടുപേരും കല്യാണപ്പെണ്ണും ചെക്കനും വിഷമത്തോടെ നോക്കുകയാണ്. അത് കണ്ട് സിദ്ധു പറയാണ്, സാർ ആൻറ്റി പ്ലീസ്. അയ്യോ നിങ്ങൾ പോകരുത്, ഒന്ന് നിൽക്കൂ. ആൻറ്റി പോകല്ലേ ആൻറ്റി. അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ജാനകി നിലമറന്ന് കരയാണ്. അവർ പോയ ദേഷ്യത്തിൽ ജാനകി മലറിൻ്റെ കയ്യിൽ നിന്നും ആ കപ്പലണ്ടി മുട്ടായി മടിച്ചിട്ട് പിടിച്ച് വലിച്ച് പുറത്തെറിയാണ്. അമ്മേ, എന്താ അമ്മ ചെയ്യുന്നത്? വെറുതെ മലറിനെ. ഏയ് വായടക്കടാ. നാശങ്ങൾ എവിടുന്ന് കയറി വന്നോ? എൻ്റെ മകൾക്കൊരു നല്ല കാര്യം വന്നപ്പോൾ എല്ലാം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കിയില്ലേ? ചന്ദ്രിക സങ്കടത്തോടെ ജാനകി മേഡത്തിനോട് പറയാണ്, എന്തിനാ മേഡം കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ? പെട്ടെന്നായിരുന്നു ചന്ദ്രികയുടെ മുഖത്തൊരു നല്ല അടി വീണത് ജാനകിയുടെ കയ്യിൽ നിന്നും. ചന്ദ്രിക പോലും അറിയാതെ ചന്ദ്രികയും മലരും ഒരുപോലെ ഞെട്ടിപ്പോയി.
അവിടെ നിന്ന ലക്ഷ്മിക്കും മഹേന്ദ്രൻ സാറിനും സിദ്ധുവിനും ഒരുപോലെ വിഷമായി. ജാനകി, മഹേന്ദ്രൻ സാർ വിളിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഓ നിൻ്റെ മോളെ അടിച്ചപ്പോൾ നിനക്ക് ദേഷ്യം വരികയാണല്ലേ? ഇത് ആദ്യത്തേതും അവസാനത്തേതും ആകട്ടെ. ഇനി മേലിൽ എൻ്റെ കുടുംബകാര്യത്തിൽ നീ വരാനേ പാടില്ല ചന്ദ്രികെ. അന്നവർ ആരൊക്കെയാണെന്നറിയാമോ? ഞങ്ങളെക്കാൾ 2 മടങ്ങ് ആസ്തിയുള്ളവരാ. അങ്ങനെയുള്ളവർ എൻ്റെ മോളെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. നീ അവരുടെ മേൽ ജ്യൂസ് ഒഴിച്ച് വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്നിടത്ത് എത്തിച്ചില്ലേ? നീ ഈ വീട്ടിലെ ജോലിക്കാരിയല്ലേ? ജോലി കഴിഞ്ഞതും വീട്ടിൻ്റെ തിണ്ണയിലെങ്ങാനും പോയി ഇരുന്നൂടെ നിനക്ക്? അതല്ലാതെ വീടിൻ്റെ നടുമുറിയിൽ വന്നിരിക്കുന്നു. ഏയ് ജാനകി ചേട്ടാ, ഇപ്പം ഇവളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കണ്ട. ഇവർ കാരണം നശിച്ചു പോയത് എൻ്റെ മകളുടെ ജീവിതം. ഇവരെ 2 പേരെയും നിർത്തേണ്ടിടത്ത് നിർത്തണമായിരുന്നു. തെരുവിൽ തിരിഞ്ഞ് നടക്കേണ്ടവരെ വീടിനകത്ത് കൊണ്ടുവന്ന് കയറ്റിയില്ലേ? അതാണ് നമ്മൾ ചെയ്ത തെറ്റ്. പട്ടിയെ കുളിപ്പിച്ചു കൊണ്ടുവന്ന് ബെഡിൽ കൊണ്ടുപോയി കിടത്തിയാലും അത് അതിൻ്റെ സ്വഭാവമേ കാണിക്കൂ. ആരെ എവിടെയാണോ നിർത്തേണ്ടത് അവിടെയാണ് നിർത്താവൂ. എൻ്റെ മകൾക്ക് നടക്കേണ്ടിയിരുന്ന ഒരു നല്ല കാര്യം അത് നശിപ്പിച്ച് കളഞ്ഞില്ലേ? ഇപ്പോൾ സന്തോഷമായോ? ഇതാ ഈ പലഹാരങ്ങളൊക്കെ കൊണ്ടുപോയി നീയും നിൻ്റെ മോളും ഇരുന്ന് തിന്നു. നിന്നെപ്പോലെയുള്ള മുടക്കാ ചരക്കുകളെ ഈ വീട്ടിൽ നിർത്തിയാൽ എൻ്റെ കുട്ടികളുടെ ജീവിതമാണ് നശിക്കുന്നത്. എല്ലാം കേട്ട് എല്ലാവരും പരസ്പരം വിഷമത്തോടെ നോക്കുകയാണ്. അപ്പോൾ ജാനകി വീണ്ടും പറയാണ്, നിന്നെ പോലെയുള്ളവരെ ഈ വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ പുറത്താക്കണം. എന്ന് നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നോ അന്ന് മാത്രമേ എൻ്റെ കുട്ടികളുടെ ജീവിതം നന്നാവുകയുള്ളൂ. എൻ്റെ കണ്ണ് മുന്നിൽ കാണരുത്. പോകണം ഇവിടെ നിന്ന്, പോകാൻ. ഓ പെട്ടെന്ന് മലർ പറയാണ്, ഞാനല്ലേ തള്ളിയിട്ടത്? എൻ്റെ അമ്മയെ എന്തിനാ വഴക്ക് പറയുന്നത്? ഓ നിൻ്റെ അമ്മയെ വഴക്ക് പറഞ്ഞപ്പോൾ നിനക്ക് ദേഷ്യം വരുന്നോ? ഒടുവിൽ മഹേന്ദ്ര സാറിന് നല്ല ദേഷ്യം വന്നു. എന്നിട്ട് വിളിക്കുകയാണ്, ഏയ് ജാനകി, സ്വന്തം യോഗ്യത അറിയാത്തവരെ വീടിനകത്ത് കയറ്റിയാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. ജാനകി പറയാം, ആദ്യം നിൻ്റെ മോളെയും കൊണ്ട് പുറത്തു പോ. അറിയാതെ സംഭവിച്ചു പോയ ഒരു തെറ്റാ മേഡം, അതിനെന്നോട് ക്ഷമിക്കണം. ഛേ. അവൾ മലരനെയും കൂട്ടി പോവുകയാണ്. അപ്പോൾ ലക്ഷ്മി പിന്നിൽ നിന്ന് വിളിക്കുകയാണ്, ഏയ് ചന്ദ്രികയെ. മഹേന്ദ്രൻ സാറ് പറയാണ്, എന്താ ജാനകി? ചന്ദ്രിക അറിയാതെ ജ്യൂസ് തട്ടി വീണുപോയതല്ലേ? എന്ന് വെച്ച് നീ വായി തോന്നിയതുപോലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ചേട്ടാ, എൻ്റെ മകൾക്ക് നടക്കേണ്ടിയിരുന്നൊരു നല്ല കാര്യത്തെ ഇവൾ ഇല്ലാതാക്കിയില്ലേ? അവളെ പിന്നെ കൊഞ്ചിക്കാനാണോ എന്നോട് പറയുന്നേ? ഇവളെപ്പോലെയുള്ള എണ്ണം കെട്ടവളെയൊന്നും വീടിനകത്ത് നിർത്തരുത്. നമുക്കെന്താ വീട്ടുജോലിക്ക് വേറെ ആളെയാണോ കിട്ടാത്തത്? ആദ്യം ഇവളെ വീട്ടിനകത്ത് നിന്ന് പുറത്താക്ക് ചേട്ടാ. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ ജാനകി അവിടെ നിന്ന് പോവാണ്. മുത്തശ്ശൻ പറയാണ്, സാരമില്ല മഹേന്ദ്ര. ജാനകി പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞതാ. ചന്ദ്രിക ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ പയ്യൻ്റെ വീട്ടുകാർക്ക് ജ്യോത്സ്യത്തിലും ശകുനത്തിലും ഒക്കെ വലിയ വിശ്വാസമാണെന്ന് തോന്നുന്നു. ഒരു ചെറിയ കാര്യം പോലും വലുതാക്കിയെടുത്തിട്ട് ഈ വിവാഹമേ വേണ്ട എന്ന് പറയാം. അവർ നമുക്ക് ശരിയാവില്ല മഹേന്ദ്ര. ഇവിടെ ആരതിക്ക് നമുക്ക് നല്ലൊരു ബന്ധം നോക്കാം. ആരതി അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. അപ്പോൾ സിദ്ധു വിളിക്കുകയാണ്, ആരതി, ആരതി. ചന്ദ്രിക മലറിനെയും കൂടി വിഷമത്തോടെ വീട്ടിനകത്ത് വരികയാണ്. എന്നിട്ട് മലറിൻ്റെ അടുത്ത് പറയാണ്, മലർ, നീ ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് എഴുത്. വേറൊരിടത്ത് പോയിരുന്ന് ചന്ദ്രിക വിഷമത്തോടെ കരയാണ്. ചന്ദ്രിക അവിടെ പോയിരുന്ന് ജാനകി അമ്മ പറഞ്ഞതൊക്കെ ഓർക്കുകയാണ്. ജോലി കഴിഞ്ഞതും ഏതെങ്കിലും തിണ്ണയിലെങ്ങാൻ പോയി ഇരുന്നൂടെ നിനക്ക്? അതല്ലാതെ വീടിൻ്റെ നടുമുറിയിൽ വന്നിരിക്കുന്നു. നിന്നെപ്പോലെയുള്ള മുടക്കാ ചരക്കുകളെ വീട്ടിനകത്ത് നിർത്തിയാൽ എൻ്റെ കുട്ടികളുടെ ജീവിതമാണ് നശിക്കുന്നത്. എന്ന് നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നോ അന്ന് മാത്രമേ എൻ്റെ കുട്ടികളുടെ ജീവിതം നന്നാവുള്ളൂ. ചന്ദ്രിക വിഷമത്തോടെ ഇരുന്ന് ജാനകി പറഞ്ഞ ഓരോ വാക്കുകളും ഓരോ കാര്യങ്ങളും ഓർക്കുകയാണ്. പെട്ടെന്നാണ് മലർ ചോദിക്കുന്നത്, അവർ പറഞ്ഞല്ലോ അമ്മേ നമുക്ക് ആരുമില്ലാന്ന്. ചന്ദ്രിക മകളുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, അങ്ങനെ പറയല്ലേടാ, നിനക്ക് ഞാനുണ്ട്. നമ്മൾ ഈ വീട്ടിൽ തന്നെ ഇരിക്കണോ അമ്മേ? അവരുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ലേ? തെരുവിൽ കിടക്കേണ്ടവരെ വീട്ടിനകത്ത് കയറ്റിയാൽ ഇങ്ങനെയിരിക്കുമെന്ന് അവർ എന്തിനാ അമ്മേ പറഞ്ഞത്? മലർ, മേഡം ദേഷ്യത്തിൽ എന്തൊക്കെയോ പെട്ടെന്ന് പറഞ്ഞതാടാ. എന്ന് വെച്ച് എൻ്റെ മോള് അത് തന്നെ ഓർത്ത് ഇരിക്കരുത്. അതൊക്കെ അപ്പം തന്നെ മറന്നു കളയണം. നീ നന്നായിട്ട് പഠിക്കണം. പഠിക്കടാ. അമ്മയെ ജാനകി മുത്തശ്ശി വഴക്ക് പറഞ്ഞപ്പോൾ മഹേന്ദ്രൻ മുത്തശ്ശനും ലക്ഷ്മി മുത്തശ്ശിയും എന്തുകൊണ്ട് അവരെ വഴക്ക് പറയണ്ട എന്ന് പറഞ്ഞില്ല? അതല്ലടാ, അമ്മ ചെയ്തത് തെറ്റല്ലേ?
അതുകൊണ്ടാ ജാനകി മുത്തശ്ശി വഴക്ക് പറഞ്ഞപ്പോൾ മഹീന്ദ്രൻ മുത്തശ്ശൻ ഒന്നും പറയാതിരുന്നത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അമ്മയെ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി അമ്മേ. അപ്പോഴേക്കും സിദ്ധു അങ്ങോട്ടേക്ക് വരികയാണ്. മലർ, ഇവിടെ നോക്ക്, അമ്മ അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. നീയും അത് വലുതായിട്ട് കാണണ്ട. എൻ്റെ മോള് നന്നായിട്ട് ഇരുന്ന് പഠിച്ചേ. സിദ്ധു ധൃതി പിടിച്ച് വന്നിട്ട് ചന്ദ്രികയുടെ കതകിൽ മുട്ടുകയാണ്. ചന്ദ്രികേ, ഏയ് ചന്ദ്രികേ, ഏയ് ചന്ദ്രികേ. എന്താ സാർ? ചന്ദ്രികേ, ഐ എം സോറി ചന്ദ്രികേ. അമ്മ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്തൊക്കെയാണെങ്കിലും അമ്മ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതെന്തായാലും തെറ്റായിപ്പോയി. എനിക്കാണെങ്കിൽ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനും പറ്റിയില്ല. സാറില്ല സാർ. സാറിൻ്റെ അമ്മ എന്തൊക്കെ മനസ്സിൽ വെച്ചാ എന്നോടിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം സാർ. ഞാനും സാറും പരസ്പരം ഇഷ്ടപ്പെടുന്നത് മേഡത്തിന് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മേഡം ഇങ്ങനെ പെരുമാറിയത്. മേഡത്തിൻ്റെ ദേഷ്യത്തിന് കാരണമുണ്ട് സാർ. ഏതോ ഒരു നാട്ടിൽ നിന്നും വീട്ടുജോലിക്കായിട്ട് വന്നവളല്ലേ ഞാൻ. എന്നെ ഒരു മരുമകളായിട്ട് കാണാൻ പറ്റുമോ? അതിനുള്ള അർഹത എനിക്ക് ഇല്ലല്ലോ സാർ. എനിക്ക് ഇതിനപ്പുറം ഒന്നും പറയാൻ പറ്റില്ല സാർ. ഇന്നുകൂടി സാറിൻ്റെ അമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞതേയുള്ളൂ, ഞാൻ സാറിനെ മറക്കണം എന്ന്. അങ്ങനെ ഞാൻ മറന്നില്ലെങ്കിൽ മേഡം സ്വയം ജീവനൊടുക്കുമെന്ന എന്നോട് പറഞ്ഞത്. ഞാൻ കാരണം എന്തിനാ സാർ മേഡം അങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത്? ഞാൻ കാരണം ഈ വീട്ടിൽ ഒരു ജീവനും നഷ്ടപ്പെടാൻ പാടില്ല. വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ സാറിൻ്റെ അമ്മയുടെ സമ്മതപ്രകാരം തന്നെ നടക്കണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ സാർ എന്നെ മറക്കുന്നതായിരിക്കും നല്ലത്. അതാണ് നമ്മൾ രണ്ടുപേർക്കും നല്ലത്. എന്നോട് ക്ഷമിക്കണം സാർ. ചന്ദ്രിക അതും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ സിദ്ധു പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ചന്ദ്രികയെ, ചന്ദ്രികയെ. പക്ഷേ ചന്ദ്രിക അതൊന്നും കാര്യമാക്കാതെ അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് മേഘ ചന്ദ്രികയോട് പറയാണ്, ഈ കാര്യം ഞാനല്ല നിന്നോട് പറയേണ്ടത്. മഹീന്ദ്രൻ അച്ഛനും ലക്ഷ്മി അമ്മയുമാണ് നിന്നോട് ഈ കാര്യം പറയേണ്ടത്. പക്ഷേ അവർ നിന്നോട് പറയേണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ കാര്യം? എന്താ കാര്യം മേഘ? നിൻ്റെ അമ്മയും അച്ഛനും ജീവനോടെയുണ്ട്, മരിച്ചു പോയിട്ടില്ല. അതും നിൻ്റെ മുന്നിൽ തന്നെ. നീ അവരുടെ മകളാണെന്ന് അറിഞ്ഞിട്ടും നിന്നോടവർ പറയാതിരിക്കുകയാണ്. എന്നോട് ആ സത്യം പറയാൻ പറഞ്ഞത്. പക്ഷേ അവർ പറയാൻ കൂട്ടാക്കുന്നില്ല. മഹീന്ദ്രനോടും ലക്ഷ്മിയോടുമായിട്ട് ചന്ദ്രിക ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ആരാ? നിങ്ങളാണോ എൻ്റെ അച്ഛനും അമ്മയും? അത് കേട്ട് മഹീന്ദ്രൻ സാറും ലക്ഷ്മിയും ഞെട്ടുകയാണ്. എന്ത് പറയണം എന്നറിയാതെ അവർ ശ്വാസമടക്കി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.